BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MJ സ്കറിയയുടെ കെട്ടിട നമ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വാഗ്വാദം. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ഒരു വിഭാഗം കൗൺസിലർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും ജനപ്രതിനിധികളുടെ മൗനത്തിനുമെതിരെ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് വ്യത്യസ്തമായ സമരം നടത്തി. തൊടുപുഴ മാപ്പിളശ്ശേരി സ്കറിയയെ മുനിസിപ്പൽ ഓഫീസിന്റെ ഗ്രില്ലിൽ ചങ്ങലക്കിട്ടാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത്. ചേലച്ചോട് വണ്ണപ്പുറ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ വഴിയിൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. JCI വഴുത്തലയുടെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടനുബന്ധിച്ച് സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 6 വനിതകൾക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. തൊടുപുഴ കാഞ്ഞിരംപാറ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വീടിന് തീപിടിച്ചപ്പോൾ സാഹസികമായി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ചേരി വല്യാപറമ്പിൽ ജോയൽ, ജോയേഷ് എന്നീ കുട്ടികളെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. MJ സ്കറിയയുടെ കെട്ടിട നമ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വാഗ്വാദം. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ഒരു വിഭാഗം കൗൺസിലർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. വിവാദമായ സർവേ സ്കെച്ചുകൾ ഗവൺമെന്റിന്റെയും വിജിലൻസ് അധികാരികളുടെയും ത്വരിതാന്വേഷണ റിപ്പോർട്ടിന് വിടുന്നത് സംബന്ധിച്ച് വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ അവതാരകനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R ഹരി അനുവാദകനുമായിട്ടുള്ള പ്രമേയം വൈസ് ചെയർമാന്റെ അഭാവത്തിൽ മാറ്റിവെച്ചു. തുടർന്ന് പരിഗണിച്ച മാപ്പിളശ്ശേരിയിൽ MJ സ്കറിയയുടെ കെട്ടിട നമ്പറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയർപേഴ്സണ് നൽകിയ സങ്കട ഹർജി ചൂടേറിയ വാഗ്വാദങ്ങൾക്ക് വഴിവെച്ചു. LDF കൗൺസിലർ സുമോൾ സ്റ്റീഫൻ തുടക്കത്തിൽ തന്നെ രേഖകൾ പരിശോധിച്ച് കെട്ടിട നമ്പർ നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു. ന്യായവും നോക്കി നിങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെങ്കിലും അതനുസരിച്ച് വേണ്ടതുപോലെ നോക്കി പുള്ളിക്ക് നമ്പർ ഇട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എന്നാൽ കെട്ടിട നമ്പർ നൽകാൻ കൗൺസിലിന് അധികാരമില്ലെന്നും എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് തീരുമാനമെടുക്കേണ്ടതെന്നും ചെയർപേഴ്സൺ കൗൺസിലിനെ അറിയിച്ചു. അതിനുശേഷം നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കൗൺസിലർ ബാബു പരമേശ്വരൻ നിലവിൽ നഗരസഭയിൽ ചാർജില്ലാത്ത ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കെട്ടിട നമ്പർ നൽകാതിരിക്കുമെന്നും അതുകൊണ്ട് കൗൺസിൽ ഒരു സബ് കമ്മിറ്റി വെച്ചുകൊണ്ട് പരാതിക്കാരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ആവശ്യപ്പെട്ടു. സെക്രട്ടറി ആസ് എ സെക്രട്ടറി എനിക്കിവിടെ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താം.
പക്ഷെ നിങ്ങളുടെ ട്രാൻസ്ഫർ ആയിപ്പോ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ലീഗലായിട്ട് നിങ്ങൾക്ക് അധികാരം ഉണ്ടോന്ന് ചോദിച്ചത്. നിങ്ങൾക്കെന്നല്ല ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ. തീർച്ചയായും ഇടപെടാം. കാരണം എനിക്ക് ഞാൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമാണോ ശരി അതനുസരിച്ചിട്ട് തന്നെ എടുക്കേണ്ടി വരും. അതല്ല, നഷ്ടം ആര് കൊടുക്കുന്നതല്ല. ഒരു ഉദ്യോഗസ്ഥർ ഒന്ന് മാറിപ്പോയി വീണ്ടും സെക്രട്ടറി നിങ്ങളൊരു നിയമം പഠിച്ച ആളാ. ഒരു മജിസ്ട്രേറ്റ് ഇവിടെ ഇരുന്നു, അദ്ദേഹം ഒരു ഓർഡർ ഇട്ടു, പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് മാറി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടത് തെറ്റിപ്പോയി, തിരിച്ച് ഞാൻ വിട്ടുപോയി. അപ്പൊ ആളെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കേസ് വേറെ. ആ കേസ് പറഞ്ഞ ഗവൺമെന്റ് എംപ്ലോയിയുടെ അവിടുത്തെ അവരവിടെ ഇരിക്കുന്ന തസ്തികയിലുള്ളപ്പം അവർക്ക് അവിടെ അധികാരമുണ്ട്. അവിടുന്ന് മാറി കഴിഞ്ഞാൽ അവർ പുതിയ ദേവതോരാവണത്തിലാണ് അവിടെ അധികാരമുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. തുടർന്ന് സംസാരിച്ച LDF കൗൺസിലർ രാജീവ് പുഷ്പാങ്കതൻ കെട്ടിട നമ്പർ നൽകുന്നതിന് തങ്ങളെതിരല്ലെന്നും നിയമപരമായ പരിരക്ഷ MJ സ്കറിയയ്ക്ക് ലഭിക്കണമെന്നും പറഞ്ഞു. എന്നാൽ പരാതിക്കാരൻ മാത്രമായി ചർച്ചയാകാമെന്നും ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ഭാരവാഹികളെ പങ്കെടുപ്പിക്കരുതെന്നും ഒരു വിഭാഗം കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് MJ സ്കറിയയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്താൻ കൗൺസിൽ തീരുമാനിച്ചു. ചർച്ചയ്ക്ക് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ ഒക്കുപേഷൻ സർട്ടിഫിക്കറ്റിനായി പുതിയ അപേക്ഷ തങ്ങൾക്ക് ലഭിക്കണമെന്നും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹം പെർമിറ്റിനോടും ഒക്യുപ്പൻസി നൽകുന്നതിനോടും അനുബന്ധിച്ച് നൽകിയിരിക്കുന്ന സ്കെച്ച് ഉൾപ്പെടെ ഈ കേസിൽ വന്നിരിക്കുന്ന 3 സ്കെച്ചുകൾ തെറ്റാണ്. ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സർവീസ് കേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. സ്കറിയ ചേട്ടന് പെർമിറ്റും ഒക്യുപ്പൻസി അനുബന്ധിച്ച് നൽകിയപ്പോഴും സ്കറിയ ചേട്ടൻ തന്ന സ്കെച്ചും കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് താലൂക്ക് സർവേയർ നൽകിയ സ്കെച്ചും ഉൾപ്പെടെ നമ്മുടെ ഫയലിലുള്ള 3 സ്കെച്ചും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തെറ്റാണെന്ന് അദ്ദേഹം റെക്കോർഡിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ള സ്കെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു സ്കെച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. സബ് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ, ബാബു പരമേശ്വരൻ, ഹാരിദ്, രാജീവ് പുഷ്പാങ്കതൻ, സുമോ സ്റ്റീഫൻ, ബിന്ദു പത്മകുമാർ എന്നിവരാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും ജനപ്രതിനിധികളുടെ മൗനത്തിനുമെതിരെ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് വ്യത്യസ്തമായ സമരം നടത്തി. നഗരസഭാ അധികൃതരുടെ അനുമതികൾ വാങ്ങി കെട്ടിടം നിർമ്മിച്ച ശേഷം ചോദിച്ച കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ നൽകിയ കെട്ടിട നമ്പർ പിൻവലിക്കപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന തൊടുപുഴ മാപ്ലാശ്ശേരി സ്കറിയയെ മുനിസിപ്പൽ ഓഫീസിന്റെ ഗ്രില്ലിൽ ചങ്ങലക്കിട്ടാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ നഗരസഭാ കൗൺസിൽ യോഗം ചേരുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ചങ്ങലയിൽ കുരുക്കിയ പ്രതിഷേധം ഉയർന്നത്. പ്രതിഷേധക്കാരെ കണ്ട് ഭൂരിഭാഗം കൗൺസിലർമാരും മുനിസിപ്പൽ ഓഫീസിന്റെ പിൻവാതിലിലൂടെയാണ് കൗൺസിൽ ഹാളിൽ എത്തിച്ചേർന്നത്. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കോൺഗ്രസ്, CPM, BJP തുടങ്ങി എല്ലാ പാർട്ടികളുടെയും ലേബലിൽ മത്സരിച്ച് ജനപ്രതിനിധികളായവർ പിന്തുണ നൽകിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. തൊടുപുഴയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ സാറേ എന്ന് വിളിക്കുന്ന സ്ഥിതിയും ഉണ്ട്. തങ്ങളുടെ അധികാരം എന്താണെന്ന് പോലും അറിയാതെയാണ് ബ്യൂറോക്രസിയുടെ അടിമകളായി ഇവർ മാറിയിരിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പേ കൗൺസിലറായി എന്ന് അഹങ്കരിക്കുന്ന കുറെ സീനിയർ കൗൺസിലർമാരും ഉദ്യോഗസ്ഥർക്ക് കുടപിടിക്കുകയാണ്. ചങ്ങലയിൽ കുരുക്കിയുള്ള സമരത്തിന് PM മാനുവൽ, MC മാത്യു, പ്രൊഫസർ കൊച്ചിറേസ്യ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവർക്ക് പിന്തുണയുമായി DCC സെക്രട്ടറി NI ബെന്നി, KG സജിമോൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തി. തുടർന്ന് കൗൺസിലർമാരടങ്ങിയ സബ് കമ്മിറ്റി MJ സ്കറിയയുമായി ചർച്ച നടത്തി. പുതിയതായി അംഗീകരിച്ച സ്കെച്ചും പുതിയ അപേക്ഷയും വേണമെന്ന ആവശ്യത്തിൽ ഉദ്യോഗസ്ഥരും, എന്നാൽ പഴയ ഫയലുകൾ വിജിലൻസ് പരിശോധനയിൽ അംഗീകരിച്ചതാണെന്നും അതിന്റെ വിശദ വിവരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും അതനുസരിച്ചുകൊണ്ട് തങ്ങൾക്ക് കെട്ടിട നമ്പർ തരണമെന്നും MJ സ്കറിയയും കൂട്ടരും ആവശ്യപ്പെട്ടു. തൊടുപുഴ പറയാതിരിക്കാനും വല്ല പറയാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് കഴിക്കുന്നത്. ഇവിടെ ഒരു LDF, UDF, BJPയിലെയും ചില ആളുകൾ ചേർന്നുള്ള ഒരു അവിശുദ്ധ മുന്നണിയാണ് തൊടുപുഴ നഗരസഭ ഭരിക്കുന്നത്. ശരിയാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് സെക്ഷനിലേക്ക് പാവപ്പെട്ട ആളുകൾക്ക് കടന്നു പോകുവാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇവിടെ മനോരമയിൽ വന്നപ്പോൾ എന്തോരം ആളുകളായിരുന്നു അഭിപ്രായങ്ങളുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കറിയാച്ചേട്ടൻ, ഞാൻ പറഞ്ഞു വന്നത് എന്നോട് എൻ്റെ സുഹൃത്ത് അസീസിലൂടെ സൂചിപ്പിച്ചതുപോലെ, കറിയാച്ചേട്ടന് ഇട്ടതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ ചങ്ങലയ്ക്കുന്ന ദിവസം ഇവിടെ സംജാതവും യാതൊരു. തുടർന്ന് സബ് കമ്മിറ്റി നടത്തിയ വിശദാംശങ്ങൾ കൗൺസിൽ വീണ്ടും ചർച്ചയ്ക്കെടുത്തു. കഴിഞ്ഞ 1-ാം
നമ്മുടെ രണ്ട് മാസം മുമ്പ് ഈ MJS കറിയുടെ ഫയൽ നമ്മുടെ ഉത്തരകോടതി വിജിലൻസ് കൊണ്ടുപോവുകയും അത് പ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് SC അന്വേഷണത്തിന് വരികയും SC നഹാസ് ഇവിടെ കണ്ടിരുന്ന ഒരു എഞ്ചിനീയറാണ്, അത് അന്വേഷണത്തിന് വരികയും ആ ഫയല് നമ്മളിവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു, തിരുവനന്തപുരത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കഴിഞ്ഞ 1-ാം തീയതി ഞാൻ ആ ഫയൽ വന്നിട്ട് തിരുവനന്തപുരത്ത് പോയി വാങ്ങാൻ പോയപ്പോൾ നമ്മുടെ CEയും SCയും പറഞ്ഞത് നഗരസഭ ഈ കൗൺസിൽ തീരുമാനം എടുക്കുന്നതിന് ഈ ഫയൽ പ്രകാരം ഈ ഫയലിൽ ഞങ്ങൾക്കൊരു തീരുമാനം എഴുതി തരാൻ പറ്റില്ല. പിന്നെ ചെയർമാന് ബുദ്ധിമുട്ടാണെങ്കിൽ നഗരസഭയുടെ ബിൽഡിംഗ് റൂൾ പ്രകാരം നഗരസഭയുടെ KMDR പ്രകാരം ബിൽഡിംഗ് റൂളിൽ ചട്ടം 16 ചട്ടം 25 പ്രകാരം നഗരസഭ ചെയറിനോ നഗരസഭാ കൗൺസിലോ നമ്പർ കൊടുക്കാൻ യാതൊരു ന്യൂസ് ബ്യൂറോ തൊടുപുഴ. JC വഴുത്തലയുടെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടനുബന്ധിച്ച് സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 6 വനിതകൾക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ ഉപാധ്യക്ഷൻ RS പ്രഭു മുഖ്യാതിഥിയായിരുന്നു. പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഏലിക്കുട്ടി മാണി, JCI സോൺ പ്രസിഡന്റ് ഹരീഷ് കുമാർ H, വൈസ് പ്രസിഡന്റ് ജോമി ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മണക്കാട് പഞ്ചായത്ത് ആശാ വർക്കർ മിനി ശശികുമാർ, കാർഷിക മേഖലയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച അൽഫോൺസ് അലോഷ്യസ്, വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തുന്ന സ്വപ്ന N നായർ, കായിക മേഖലയിൽ ദേശീയതലത്തിൽ അവാർഡ് ജേതാവായ സൈക്ലിംഗ് താരം മഹിത മോഹൻ, വ്യവസായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച റോസിലി ബിനോയ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. വഴുത്തല JCI പ്രസിഡന്റ് ശ്രീജത് ശ്രീധർ, സെക്രട്ടറി ബോബി ജോസഫ്, പ്രോഗ്രാം ഡയറക്ടർ ഫ്രാൻസിസ് ആൻഡ്രൂസ്, കോർഡിനേറ്റർ സിബി കെ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വനിതാ വാരാഘോഷത്തോടനുബന്ധിച്ച് പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഏലിക്കുട്ടി മാണിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. Every building was once a blueprint. Like that, this thing had started in the year 1998, and I'm so proud when I entered and when I got the ribbon in your face and the prideness in the awardee's face. Really, as the Executive Vice President of JCI India, I am very much proud and happy to stand here, and I wish you all the best for a great future. This organization is of opportunity. I request all other members to utilize the opportunity given by this JCI, grab the opportunity. Definitely, you can also come to this place very soon. Thank you so much. തൊടുപുഴ നഗരത്തിൽ പുരയിടത്തിലെ കിണറ്റിൽ ചത്ത നിലയിൽ കേഴമാനെ കണ്ടെത്തി. തൊടുപുഴ ആനിക്കൂട് കടവ് റോഡിലെ നരിയനാൽ മഠം വീട്ടിലെ പുരയിടത്തിലെ കിണറിലാണ് 2 വയസ്സോളം പ്രായമായ ആൺ കേഴമാനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ജഡത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. മൂന്നാർ ഫ്ലൈയിംഗ് സ്ക്വാഡ് ബീറ്റ് ഓഫീസർ NB ഉണ്ണികൃഷ്ണനാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. വെറ്റിനറി സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കേഴമാനെ മറവ് ചെയ്തു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന യുവാവ് ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. രാജാക്കാട് മമ്മട്ടിക്കാനം റോബിൻ റോയിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുവാൻ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നത്. കാരാത്ത് റോയിയുടെ മകൻ റോബിനാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 1.5 വർഷം മുമ്പ് തന്റെ കൃഷിയിടത്തിൽ മരുന്നടിക്കുമ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വൃക്കകൾ തകരാറിലാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ ആരംഭിച്ചു. നിലവിൽ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത്. ഡയാലിസിസിനും മറ്റു മരുന്നുകൾക്കുമായി പ്രതിമാസം 40,000 രൂപയോളമാണ് ചിലവാകുന്നത്. നാട്ടുകാരുടെയും മറ്റും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൂപ്പാറയിൽ വാടക വീട്ടിലായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത്. എന്നാൽ അസുഖം അറിഞ്ഞതോടെ വീട്ടുടമസ്ഥൻ ഇവിടെ നിന്നും മാറുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്ന സാഹചര്യത്തിൽ മമ്മട്ടിക്കാനം ഗുഡ് ന്യൂസ് ചിൽഡ്രൻസ് ഹോമിലെ അധികൃതർ എത്തുകയും കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ഇവർക്ക് താമസിക്കാനായി വീട് നൽകുകയും ചെയ്തു. റോബിന് വൃക്ക നൽകുവാൻ അച്ഛൻ റോയി തയ്യാറാണ്. ഇതിനുവേണ്ടിയുള്ള പരിശോധനകളും നടന്നു കഴിഞ്ഞു. മെയ് മാസത്തിൽ ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർമാർ പറയുന്നു. എന്നാൽ ഇതിന് ആവശ്യമായി വരുന്ന 10 ലക്ഷത്തോളം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഇവർ. സുമനസ്സുകളുടെ സഹായമില്ലാതെ ഇതിന് സാധിക്കില്ലെന്ന് റോബിന്റെ ഭാര്യ ജയന്തി പറയുന്നു. എന്റെ ഭർത്താവിനും 1.5 വർഷമായിട്ട് ഈ അസുഖം തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഈ 1.5 വർഷമായിട്ട് ഞങ്ങൾ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇത്രയും ദിവസം ഞങ്ങൾക്ക് നാട്ടുകാരൊക്കെ സഹായിച്ചു. എന്റെ വീട്ടിലും അവരുടെ വീട്ടിലും അത്രയും കഴിവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്.
ഈ മെയ് മാസം ഡോക്ടർ ഓപ്പറേഷൻ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പൈസ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. റോബിനെയും കുടുംബത്തിനെയും സഹായിക്കാൻ താല്പര്യമുള്ളവർ യൂണിയൻ ബാങ്കിന്റെ ശാന്തമ്പാറ ശാഖയിൽ റോബിന്റെ പേരിൽ എടുത്തിരിക്കുന്ന അക്കൗണ്ടിൽ പണം നൽകി സഹായിക്കാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ 75411000000809. IFSC കോഡ് UBI 575411. BBC ന്യൂസ് തൊടുപുഴ. തൊടുപുഴ 6 കുറുകെ 6ാമത്തെ പാലം ചിറ്റൂർ അങ്കംവെട്ടിയിൽ നിർമ്മാണം തുടങ്ങും. പൊതുമരാമത്ത് വകുപ്പാണ് പാലം നിർമ്മിക്കുന്നത്. കരിങ്കുന്നം, പുറപ്പുഴ, മണക്കാട് പഞ്ചായത്തുകളെ തൊടുപുഴ മൂവാറ്റുപുഴ റോഡുമായി മടക്കത്താനത്ത് ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പാലം. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് PJ ജോസഫ് MLA പ്രത്യേക താൽപര്യമെടുത്താണ് പാലത്തിന് ഭരണാനുമതി ലഭ്യമാക്കിയത്. നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതി പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എഞ്ചിനീയർ നൽകിയതിനെ തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. ചിറ്റൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തോടുകൂടിയാണ് പാലത്തിലേക്കുള്ള റോഡ് നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ എറണാകുളത്ത് നിന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. 5.3 കോടി രൂപയ്ക്കാണ് നിർമ്മാണത്തിന് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. തൊടുപുഴ രാമമംഗലം റോഡിന്റെ ചിറ്റൂർ മുതൽ പാറക്കടവ് വരെയുള്ള ഭാഗം വീതി കൂട്ടി നിർമ്മിക്കുന്നതിന്റെ ജോലികൾ ഇപ്പോൾ നടന്നുവരികയാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തൊടുപുഴയുടെ വികസനം വേഗത്തിലാകും. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന കുരുമുളക് സംരക്ഷണ സമിതിയിലെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മലയോരത്തു നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുരുമുളക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനും വേണ്ടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാദേശികമായി കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കുരുമുളക് കർഷക സമിതികൾ രൂപീകരിക്കുകയും കർഷകർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും വളങ്ങളും മരുന്നുകളും സബ്സിഡി നിരക്കിൽ വിതരണവും നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലെ കർഷകർക്കുള്ള വളങ്ങളും മരുന്നുകളും വിതരണം നടത്തി. NR സിറ്റിയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ ആദ്യ വിതരണം നടത്തി. നമുക്കതിന് രോഗപ്രതിരോധത്തിനുള്ള മരുന്നും അതിനുള്ള തൈകളുമെല്ലാം വിതരണം ചെയ്യാൻ സ്പൈസസ് ബോർഡും കേരള കാർഷിക സർവകലാശാലയും കൃഷിഭവനുമെല്ലാം മുന്നോട്ട് വരണം എന്ന് അതിന് സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജാക്കാട് കൃഷി ഓഫീസർ EK ഷാജി പദ്ധതി വിശദീകരണം നടത്തി. സെക്രട്ടറി CR രാജു, സതീശൻ മഞ്ഞാങ്കൽ, സദാനന്ദൻ, ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ ഉപാസന സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകാരിക പക്വത വിജയത്തിന് മാന്ത്രിക താക്കോൽ എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സാബു വർഗീസ് ക്ലാസ് നയിച്ചു. ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ദേഷ്യപ്പെടേണ്ട ആളോട് ദേഷ്യപ്പെടേണ്ട സമയത്ത്, ദേഷ്യപ്പെടേണ്ട കാരണത്തിൽ, ദേഷ്യപ്പെടേണ്ട ഗൗരവത്തിൽ, ദേഷ്യപ്പെടേണ്ട രീതിയിൽ ദേഷ്യപ്പെടും, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത്രയും കാര്യം ആലോചിച്ചാൽ പിന്നെ നമുക്ക് ദേഷ്യപ്പെടേണ്ട വരികയാണ്. പലപ്പോഴും നമ്മൾ ഓരോ കാര്യത്തിലും നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ള ദേഷ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ ദേഷ്യപ്പെടേണ്ട കാരണത്തിനായിരിക്കും. ചിലപ്പോൾ നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സമയത്ത് നമ്മളെ വെട്ടിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയെങ്കിൽ പിന്നീട് ഏതെങ്കിലും വിഷയം കിട്ടുമ്പോഴായിരിക്കും നമ്മൾ അയാളോട് പ്രതികരിക്കും. അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള കാരണത്തിനായിരിക്കും ഇതില്ല. അതുപോലെ തന്നെ സമയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വികാരവുമായി ഏറ്റവും ബന്ധപ്പെട്ടത് അതൊരു നൈമിഷികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഈ വികാരം എന്ന് പറയുന്നത്. ഇപ്പോഴേ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നമുക്കുള്ള ഒരു വികാരമായിരിക്കണമെന്നില്ല, കുറച്ച് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഷ്യം തന്നെ ഈ പറയുന്ന സമയത്തായിരിക്കണം. അതുപോലെ നമ്മുടെ പൊതുവെയുള്ള മൂഡ് എങ്ങനെയായിരിക്കും, അതിനനുസരിച്ചായിരിക്കും നമ്മൾ മറ്റുള്ളവർ പ്രതികരിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആരെങ്കിലും വഴക്കെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ ഏതെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അതേ തൊടുപുഴ കാഞ്ഞിരമ്പാറ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വീടിന് തീപിടിച്ചപ്പോൾ സാഹസികമായി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ചേരിയിൽ വലിയപറമ്പിൽ ജോയൽ, ജോയേഷ് എന്നീ കുട്ടികളെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ നഗരസഭാ കൌൺസിലർ നൈറ്റ്സി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് ട്രാക്ക് പ്രസിഡന്റ് MC മാത്യു, ജോസ് മഠത്തിൽ, ജോസ് കുന്നുഞ്ചിറ, ജെയിംസ് T മാളിയേക്കർ എന്നിവർ പ്രസംഗിച്ചു. നല്ല രീതിയിൽ അവൻ ഇടപെട്ട് വളരെ സംയോജിതമായി ആ കുടുംബത്തിലുള്ള ഒരു വളരെ എന്താ പറയുക വെച്ചാൽ വളരെ
നല്ല രീതിയിൽ എന്താണ് അച്ഛനെ വിളിച്ചെണീപ്പിക്കാനും അമ്മയെ വിളിച്ചെണീപ്പിക്കാനും അയൽവാസികളെ വിളിച്ചെണീപ്പിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് ജോയേഷിനെ നമുക്ക് ഈ യോഗത്തിൽ ഒരു അനുമോദനം കൊടുക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അവരുടെ മാതാപിതാക്കളുടെ സ്വഭാവം കണ്ട്, കാരണം എനിക്ക് സിബിയെയും ജോബിയെയും പ്രത്യേകം അറിയാം. കാരണം ഒരു കുടുംബത്തിൽ എന്തെല്ലാം രീതിയിൽ പെരുമാറണമെന്ന് വ്യക്തമായിട്ട് ചെയ്യുന്ന ആളാണ് സിബി. അതുപോലെ ജോബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവൻ പണയം വെച്ചും ആർക്കും എന്ത് സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിയുടെ മക്കള് അവരുടെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്നൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ ശ്ലോകം വിളിച്ചെണീപ്പിക്കുകയും ഇതെല്ലാം ചെയ്ത് ജോയേഷിൻ്റെ നന്ദിയും കൊടുത്തവനെ ഒന്ന് ആദരിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം തോന്നി. ഞാൻ എനിക്കൊരു കമ്മിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ അവർ വളരെ നമുക്ക് കുറഞ്ഞ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ്. അവരെ എനിക്ക് ആശംസ നേരാൻ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമയോചിതമായിട്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കും, ആൾക്കാർ അംഗീകരിക്കും എന്നുള്ളൊരു സാധ്യത കൂടി പൊതുസമൂഹം അത് അംഗീകരിക്കുവാനും സാധ്യതയില്ല. തീർച്ചയായിട്ടും അതിന് പ്രയത്നിച്ച നൈസിയായിട്ടുള്ള ജ്യോതിഷനും മറ്റ് ബന്ധപ്പെട്ട എല്ലാവരും പ്രത്യേകിച്ച് അനുമോദിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈയെടുക്കാൻ ചേലച്ചോട് വണ്ണപ്പുറ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ വഴിയിൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആഴ്ചയിൽ തന്നെ ചെറുതും വലുതുമായ 7ഓളം അപകടങ്ങളാണ് ഇവിടെ നടന്നത്. വഴിയുടെ ശോചനീയാവസ്ഥയും കൊടുംവളവും കുത്തിറക്കങ്ങളും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അമിത വേഗത്തിൽ വന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാൻ ബസ് വെട്ടിച്ചത് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിടിക്കുകയായിരുന്നു. ചേലച്ചൂട് വണ്ണപ്പുറം റൂട്ടിൽ ദിശാ ബോർഡുകളോ അപകട വളവുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് മൂലം അന്യനാട്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. രാത്രികാലത്ത് കനത്ത മൂടൽമഞ്ഞും വഴിവിളക്കുകളുടെ അഭാവവും റോഡിന്റെ സൈഡിൽ സംരക്ഷണ ഭിത്തിയില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസം ട്രക്ക് വീടിന് മുകളിൽ വീണ് ഈ റോഡിൽ 2 മരണം സംഭവിച്ചിരുന്നു. ഈ റൂട്ടിൽ ചെക്ക് പോസ്റ്റുകളില്ലാത്തതിനാൽ മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവട, കടവടി, കമ്പക്കല്ല് എന്നിവിടങ്ങളിൽ നിന്നും ചന്ദനം, തേക്ക്, ഈട്ടി, കഞ്ചാവ് എന്നിവ സുഗമമായി എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ എത്തിക്കാൻ വളരെ എളുപ്പമാണ്. ആയതിനാൽ രാത്രികാലങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ഈ കഞ്ചാവ് കച്ചവടത്തിൻ്റെ മെയിൻ ആളുകളായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കൊച്ചുപിള്ളേരാണ്. അവരെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വണ്ടി ഇടിച്ചെന്ന് പറയുന്ന ആ ബൈക്കിൽ വന്ന പയ്യൻ ഇന്നലെ രാത്രിയിൽ ഒരു 13 തവണ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഇക്കര ജംഗ്ഷനിലേക്ക് ട്രിപ്പ് ഈ സൈക്കിളിൽ വെക്കുന്നവരുണ്ട്. 3 പേരുണ്ടല്ലോ. അപ്പോൾ വെൺമണിയിലെ ഒരു സാമൂഹിക, അതായത് വെൺമണിയിലെ പൊതുവായ ഇവരൊരു ഒരു വിപത്തായി മാറിയിരിക്കുക. അതിനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇവനിപ്പോൾ പ്രായപൂർത്തിയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നു. പല കേസുകളും അതുപോലെ തന്നെ പല മോഷണ കേസുകളിലൊക്കെ ഈ പിള്ളേർ പള്ളിപ്പെരുന്നാളിന് അടിയെ. അത് മാത്രമല്ല ഇവിടെ വർഷോപ്പ് കയറിയാണ് ഇവന്മാർ ഒരു ദിവസം അടി. അന്ന് പ്രായപൂർത്തിയായില്ല. അത് ഒരു 1.5 വർഷമായി പ്രായപൂർത്തിയായില്ല. അപ്പോൾ അത്ര വെൺമണിയിലെ ഒരു ശാപമായി മാറിയിരിക്കുക. തൊടുപുഴ അറയ്ക്കപ്പാറ തോട്ടുങ്കൽ ചാക്കോയുടെ 2 മാസം പ്രായമായ ആട്ടിൻകുഞ്ഞിനെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നു. തിങ്കളാഴ്ച രാവിലെ 3 മണിയോടെയാണ് സംഭവം. ഈ ഭാഗത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വെളുപ്പിന് ഒരു 3 മണിയോടുകൂടി നമ്മുടെ ഇവിടുത്തെ പട്ടിയുടെ വലിയ കുര കേട്ട് ഞങ്ങൾ ചാടിയേറ്റ് ആട്ടുകുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ആ സമയം കൂടി ചെല്ലുമ്പോഴത്തേനും ഒരു 5-6 പട്ടികൾ ഈ കുഞ്ഞിനെ ഒരു പട്ടി കടിച്ച് വലിക്കുക. അങ്ങനെ ആ കരച്ചിലോടെ ഞങ്ങൾ എറിഞ്ഞ് ഓടിച്ചിട്ട് പോലും ഓടുകയില്ല. എറിഞ്ഞ് പിന്നെ നല്ലപോലെ ശക്തമായിട്ട് എറിഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് അതുങ്ങൾ ഓടി ഈ താഴെ വന്ന് നിന്ന് വീണ്ടും വീണ്ടും കുറച്ച് ഇങ്ങോട്ട് പോരാൻ പാകത്തിന് നിൽക്കുമായിരുന്നു. പിന്നെ ഓടിച്ചോടിച്ചാണ് പട്ടികൾ ഓടിപ്പോയത്. എന്ത് ചെയ്താൽ പോവുകയില്ല. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ 3-4 ആടും കൂടെ ഉണ്ട്. പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതുങ്ങളെ ശല്യപ്പെടുത്തുമോ. തള്ളകളാണേലും 2-3 തള്ളകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ കടിച്ച് അത് ചത്തുപോയി.
ഞങ്ങൾ കാര്യം അന്നേരം തന്നെ മരുന്നൊക്കെ പുരട്ടി, പക്ഷേ നമ്മൾ കാര്യം ഉണ്ടായില്ല. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി തൊഴുപുഴ പറപ്പള്ളിയിൽ ഇൻഡോർ കോർട്ടിൽ വെച്ച് മാർച്ച് 27 തിങ്കളാഴ്ച മുതൽ 15 ദിവസത്തേക്ക് രാവിലെ 9:30 മുതൽ 12:30 വരെ ഷട്ടിൽ ബാഡ്മിന്റൺ കോച്ചിംഗ് ക്യാമ്പ് നടത്തപ്പെടുകയാണ്. ഈ കോച്ചിങ്ങിന് താല്പര്യമുള്ള കുട്ടികൾ താഴെ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8943305238 9447 421501. ചാലാശ്ശേരി വിദ്യജ്യോതി UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ടിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആഘോഷ പരിപാടികൾ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. റംബുട്ടാൻ കൃഷി ചെയ്ത് നല്ല ആദായം ഉണ്ടാക്കുന്ന ഏതാനും കർഷകർ ഈ തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു ഭാവനയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന കർഷകർക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും. അങ്ങനെയൊരു ചിന്ത കുട്ടികളിൽ ഉയർത്തുവാൻ തീർച്ചയായിട്ടും അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ കൃഷിയിലെല്ലാം താല്പര്യം ജനിക്കത്തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ജോർജ് സാറ് കൃഷിയിടത്തിൽ അവരെ കൊണ്ടുപോയി അതെല്ലാം കൃഷിയുടെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയത്. നമുക്ക് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഓരോ മേഖലയിലും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. നമ്മുടെ അഭിരുചിക്കനുസരിച്ച്, കഴിവിനനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് വെല്ലുവിളികളെയും നേരിടാൻ കഴിയും. ഇവിടെ ഉള്ള ധാരാളം കുട്ടികൾ അച്ഛനിവിടെ പറഞ്ഞതുപോലെ പഠിച്ച് മിടുക്കരായി നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമെല്ലാം പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ നല്ല നിലയിൽ പരിശീലിപ്പിക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് ഈ സ്കൂളിന് അനുവാദം കൊടുത്തത്. അത് എന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കാലാവസ്ഥ നമുക്കറിയാമല്ലോ. 6 മാസക്കാലം മഴയുള്ള, ഈ വർഷം മഴയില്ലെങ്കിലും മഴയുള്ള ഒരു സംസ്ഥാനത്ത് വീടിന് തൊട്ടടുത്ത്, പ്രത്യേകിച്ച് പ്രൈമറി, അപ്പർ പ്രൈമറി തലത്തിൽ കുട്ടികൾക്ക് നടന്നു പോയി പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ ഒരാവശ്യം കോർപ്പറേറ്റ് ഏജൻസി കോതമംഗലം ശ്രദ്ധയപ്പെടുത്തിയപ്പോഴാണ് ഇവിടെയും ഒരു UP സ്കൂൾ അനുവദിക്കുവാൻ അന്ന് കഴിഞ്ഞത്. കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ യാത്രയപ്പ് സന്ദേശം നൽകി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ, PTA പ്രസിഡന്റ് ജൂബി P. ജോൺ, MPTA പ്രസിഡന്റ് അനീറ്റ ജോണി, അധ്യാപകരായ സിസ്റ്റർ ഭവ്യ കുര്യൻ, ജീന P. ജോർജ്, ബോബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ ഹെഡ്മാസ്റ്റർ TU ജോർജിന് യാത്രയയപ്പ് നൽകി. ചാലാശ്ശേരി വിദ്യാജ്യോതി UP സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ശ്രദ്ധയാകർഷിച്ചു. ഭയങ്കര ആളുകൂട്ടം, പോലീസും മറ്റാളിക്കായിട്ട് ഒത്തിരി പേര് വന്നിരിക്കണേ. വിവാദത്തിൽ വിശ്വസിക്കാനായിരുന്നു നമ്മുടെ കുഞ്ഞേമത്. ഓനി ആ കള്ള ഹമ്മുകള് കയ്യില് വിലക്ക് വെച്ച് കൊണ്ടുവന്നിരിക്കണ. നിങ്ങൾക്കും കാണാമേ മക്കമായ അന്ത്യോക്കോസ് വരുന്നേ ഏലയ്യാ ഏലയ്യാ, എത്തിഹാനോസ് വരുന്നേ ഏലയ്യാ ഏലയ്യാ, ദൈവത്തെ മാറ്റി നിർത്തി രാജാവാം നീതന്മാർ സേവൂർ ദേവനെ തൊഴണത് കണ്ടോടി, ഇത് യഹൂദർ കാണാനായി രാജാവിന്റെ പുറപ്പാട്.
ചുങ്കം സെന്റ് മാർട്ടിൻ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ കെ ഹരിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് റോജി ചാക്കോ, പ്രിൻസിപ്പൽ സിസ്റ്റർ നവീന, സെന്റ് ജോസഫ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിനിമോൾ T. ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരുപാട് സഹായിക്കും. നമ്മളിലെല്ലാം തന്നെ കഴിവുകളുണ്ട്. എല്ലാ തരം കഴിവുകളും നമ്മളിലുണ്ട്. അത് നേതൃത്വ ഗുണങ്ങൾ. അതിനെ നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു, അപ്പോൾ നമ്മൾ പൂർണ്ണതയിലേക്ക് കടന്നുകൊണ്ടിരിക്കും. അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരിമാർക്കറിയാം, നമുക്ക് വിദേശത്ത് നിന്ന് വളരെ മനോഹരമായൊരു കറിക്കത്തി ലഭിച്ചു. അതിന്റെ ഭംഗി കണ്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടുമെന്ന് കരുതിക്കൊണ്ട് നമ്മളത് പൊതിഞ്ഞു കെട്ടി ഭദ്രമായിട്ട് ഏതെങ്കിലും പെട്ടിക്കകത്തോ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുക. ചുങ്കം സെന്റ് മാർട്ടിൻ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികൾ ആസ്വാദകരിൽ ആവേശം നിറച്ചു. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. 7 ദിവസങ്ങളിലായി നടന്നുവന്ന ഉത്സവം ഉത്രം പൂജയോടെയാണ് സമാപിച്ചത്. ഞായറാഴ്ച വൈകിട്ട് മണക്കാട് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ് നടന്നു. താലപ്പൊലിയുടെയും അമ്പലക്കുട നൃത്തത്തിന്റെയും ആമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കുചേർന്നു. മുണ്ടക്കല് സബ്സ്റ്റേഷന് സമീപം സ്പെഷ്യൽ പഞ്ചാരി മേളം അവതരിപ്പിക്കപ്പെട്ടു. കലാലയ ഗിരീഷും സംഘവും അവതരിപ്പിച്ച മേളം കാണികൾക്ക് പുത്തൻ അനുഭവമായി.
അറക്കുളം നെറ്റിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പൊങ്കാല മഹോത്സവം നടന്നു. വ്രതശുദ്ധിയോടെ എത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രിജീഷ് നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ വിശ്വനാഥൻ നായർ മഠത്തിൽ, ശശീന്ദ്രൻ കക്കാട്ടിൽ, രവീന്ദ്രൻ നായർ എന്നിവർ നേതൃത്വം നൽകി. പയനക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്ര നടന്നു. ആനക്കയം പരിപ്പിങ്കരയിൽ നിന്ന് ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് TN പത്മനാഭപിള്ള, സെക്രട്ടറി VO സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. മഞ്ഞള്ളൂർ ശ്രീധർമ്മശാസ്ത്ര ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്രം ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടന്നു. നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു.
നോമ്പ് കാലത്തിലൂടെ VBCയുടെ കാൽവരിയിലൂടെ സന്ദേശമാണ് ഇനി. ക്രൂശിതനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരിഞ്ഞു നോക്കാനും തിരിച്ചറിയാനും തിരിച്ചു നടക്കുവാനുമുള്ള വ്രതശുദ്ധിയുടെ ദിനങ്ങളിലാണല്ലോ നാം എല്ലാവരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്. ഇത് നിങ്ങളുടെ കാര്യമാണ്. ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ നീതിമാന്മാരിന്ന് സമൂഹവും അധികാരവും കാലവും ഒളിച്ചോടുകയാണ്, കൈ കഴുകി രക്ഷപ്പെടുകയാണ്. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ ഹവ്വയെ ചേർത്ത് നിർത്തിയ ആദവും, പിന്നീട് പാപത്തിന്റെ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീയാണ് അതിന് കാരണമെന്ന് പറഞ്ഞ് ദൈവത്തിരുമുമ്പിൽ കൈ കഴുകുന്ന ഈ ആദം തുടങ്ങി, സാത്താൻ വഞ്ചിച്ചു അതിനാൽ പാപം ചെയ്തു എന്ന് പറയുന്ന ഹവ്വയിൽ തുടങ്ങി, പീലാത്തോസിൽ എത്തി നിൽക്കുന്ന ഈ കൈകഴുകൽ സംസ്കാരം നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയാകുമ്പോൾ തങ്ങളുടെ കുടുംബ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടത്ര മാറ്റുകൂടാത്തതിന് കാരണം തങ്ങളുടെ മാതാപിതാക്കളുടെ കണക്ക് കൂട്ടിയുള്ള ജീവിതത്തിന്റെ കുറവാണെന്ന് പറയുന്ന മക്കളും, മദ്യപാന ശീലത്തിന് കാരണം വേണ്ടവിധം സ്നേഹിക്കാനറിയാത്ത ഭാര്യയാണെന്ന് പറയുന്ന ഭർത്താക്കന്മാരും, തൻ്റെ അവിശ്വസ്തതയ്ക്ക് കാരണം വേണ്ടവിധം തന്നെ സ്നേഹിക്കാതെ മദ്യപിച്ച് നടക്കുന്ന ഭർത്താവാണെന്ന് പറയുന്ന ഭാര്യമാരും, തങ്ങളുടെ തെറ്റായ പ്രണയബന്ധങ്ങൾക്കും മറ്റ് ദുശീലങ്ങൾക്കും കാരണം വേണ്ടവിധം മാതാപിതാക്കളെ സ്നേഹിക്കാത്തതാണെന്ന് പറയുന്ന മക്കളും തിരിച്ചറിയണം, പുണ്യങ്ങളുടെ കണക്ക് ചോദിക്കുന്നതിൻ്റെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരുമെന്ന്. തൻ്റെ വിശ്വാസക്കുറവിന് കാരണം വികാരിയച്ഛനാണെന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വഴിമാറി നടക്കുന്ന വിശ്വാസിയെ തിരിച്ചറിയണം, അവൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അവിടെ കൈ കഴുകി രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ലെന്ന്. അങ്ങനെയുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ കൈ കഴുകിൽ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കുന്നവർക്കും ഒളിച്ചോട്ടക്കാർക്കും ദൈവരാജ്യത്തിൽ ഇടമില്ല എന്ന് തിരിച്ചറിയേണ്ടതായിട്ട് വരും. ആ തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ ഈ കൈ കഴുകൽ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ഹൃദയം കഴുകുന്ന സംസ്കാരത്തിലൂടെ, ഒരു സ്വയം വിശുദ്ധീകരണത്തിലൂടെ സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമായി ഈ ജീവിതം ഇവിടെ ജീവിച്ചു തീർക്കുവാനായിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവിലേക്ക് ഈ നോയമ്പ് കാലം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. ചരമവാർത്തകൾ. തൊടുപുഴ നാഗപ്പുഴ പറക്കാട്ടിൽ ജോസ് മാത്യു 74 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ എൽസി നെടുമലയിൽ കുടുംബാംഗം. മക്കൾ സിബു, ജെയ്സൺ, ഫിൽസി, നാൻസി. മരുമക്കൾ സലിജ് അത്തിക്കൽ, ജോർജ് കുന്നപ്പള്ളി. റിട്ടയർഡ് KSRTC ജീവനക്കാരൻ അമയപ്ര പുല്ലിപ്പള്ളിയിൽ KS രാജേന്ദ്രൻ, രാജീവൻ കണ്ണാട്ട് 58 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ സുമ, മകൾ പാർവതി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2700 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 150 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 142 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
MJ കറിയുടെ കെട്ടിട നമ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വാഗ്വാദം. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ഒരു വിഭാഗം കൗൺസിലർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും ജനപ്രതിനിധികളുടെ മൗനത്തിനുമെതിരെ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് വ്യത്യസ്തമായ സമരം നടത്തി. തൊടുപുഴ മാപ്പിളശ്ശേരി സ്കറിയായെ മുനിസിപ്പൽ ഓഫീസിന്റെ ഗ്രില്ലിൽ ചങ്ങലക്കിട്ടാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത്. ചേലച്ചോട് വണ്ണപ്പുറ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ വഴിയിൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. JCI വഴുത്തലയുടെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടനുബന്ധിച്ച് സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 6 വനിതകൾക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. തൊടുപുഴ കാഞ്ഞിരമ്പാറ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വീടിന് തീപിടിച്ചപ്പോൾ സാഹസികമായി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ചേരി വല്യാപറമ്പിൽ ജോയൽ, ജോയേഷ് എന്നീ കുട്ടികളെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.